യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണം 9 പേർ കൊല്ലപ്പെട്ടു. വടക്ക് കിഴക്കൻ യുക്രൈനിൽ ബിലോപില്ലിയ നഗരത്തിലായിരുന്നു ആക്രമണം. സിവിലിയൻ ബസ്സിന് നേരെ നടന്ന ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. ഇസ്താംബുളിൽ നടന്ന ചർച്ചകൾക്ക് തൊട്ടുപിന്നാലെയാണ് ആക്രമണം. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, അല്പം മുമ്പ് മറ്റൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നുവല്ലോ, സൈനികരെ പരസ്പരം കൈമാറാൻ ധാരണയെന്നോ. അതിന് തൊട്ടുപിന്നാലെ ആക്രമണം വരുന്നു. അതായത് ഈ വെടിനിർത്തൽ ചർച്ചകൾ നേരിട്ട് പുടിനും സെലൻസ്കിയും നടത്തുമെന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ട്രംപ് അതിലിടപെടും എന്നൊക്കെ വരുന്ന സമയത്താണ് വീണ്ടും റഷ്യയുടെ ആക്രമണം വരുന്നത്. തീർച്ചയായും റഷ്യയുടെ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇസ്താംബുളിൽ നടന്ന ചർച്ചയുടെ ഭാഗമായി കൃത്യമായ ഒരു ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തുകയും പരസ്പരം യുദ്ധത്തടവുകാരാക്കിയ 1000 പേരെ ഉടൻ മോചിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം എടുത്തതിന് ശേഷം തുടർ നടപടികളിലേക്ക്, അതായത് ഈ വെടിനിർത്തൽ സംബന്ധിച്ച് യാതൊരു സൂചനയും നൽകിയിട്ടില്ല എങ്കിൽ കൂടി തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ, കൃഷ്ണനായി സൂചിപ്പിച്ചതുപോലെ, ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ആക്രമണം നടന്നത്. ബിലോപില്ലിയയിലെ ഒരു ബസ്സിന് നേരെ, അതായത് സിവിലിയൻ ബസ്സിന് നേരെ നടന്ന ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് ഇക്കാര്യത്തെ കണക്കാക്കുന്നത്. ചർച്ചകൾക്ക് ശേഷം സമാധാന ചർച്ചകൾ നടപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തി വൈകാതെ തന്നെ ചർച്ചകളിലേക്ക് കടക്കുമെന്ന സൂചന നൽകുകയും വെടിനിർത്തൽ സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് നേരത്തെ പുടിൻ തന്നെ വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. തീർച്ചയായും ഗൗരവമായ ഒരു ആക്രമണമായി തന്നെ ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. എന്താണ് റഷ്യയുടെ അടുത്ത നടപടിയെന്ന് കൃത്യമായ ഒരു സൂചന ലഭ്യമായിട്ടുമില്ല. എന്ത് തന്നെയായാലും ഇത്തരത്തിലൊരു സമാധാന ചർച്ചകൾക്ക് നടപടി ഒരുങ്ങി അല്ലെങ്കിൽ കളമൊരുങ്ങിയതിന് ശേഷം നടന്ന ഒരു ആക്രമണം എന്ന നിലയിൽ ഇതിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. എന്ത് തന്നെയായാലും യുക്രൈൻ റഷ്യ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഈ സംഭവത്തോടു കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. യുക്രൈനിൽ റഷ്യൻ മിസൈൽ ആക്രമണം 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ സമാധാന ചർച്ചകളിലേക്ക് നേരിട്ട് ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ വരുന്നു എന്നതിന് പിന്നാലെ, എന്ന വാർത്ത വന്നതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.